പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും മോളമ്മയും കൊച്ചും കൂടെ ഞങ്ങൾ വെളി ഒന്ന് പോവുകയാണ്. കൊച്ചിന് പോകേണ്ട ഡേറ്റുകളൊക്കെ ഏറെക്കുറെ അടുത്തടുത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും അധികം ദിവസമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 8-10 ദിവസത്തേക്കുമായിട്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. അവിടെ ടച്ചിൻ്റെ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റുകയില്ല. അത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ കുഴപ്പമില്ലായിരിക്കും. അതറിയത്തില്ല, അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അവിടുത്തെ റൂൾസ് ഒക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കുകയുള്ളൂ. അപ്പം എന്തായാലും മറ്റേ ടൈപ്പിൻ്റെ ചെറിയൊരു ഫോൺ മേടിക്കണം. അതും അവർ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് നേരത്തെ ചെന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ ഏതാണ്ട് ഒരു ഇത്ര മിനിറ്റോ ഇത്ര മണിക്കൂറോ ഏതാണ്ട് കൊച്ചിനെ കൊടുക്കും വിളിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഒരു ടൈപ്പിൻ്റെ ഫോൺ മേടിക്കണം. കൊച്ചിന് കുറേ അധികം സാധനങ്ങൾ കൊച്ചിപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്ന പോലുള്ള ഒരു പരിപാടിയല്ലേ. അത്രയൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. പിന്നെ അമ്മയുടെ കുക്കർ ഇരുന്നോണ്ട് അടിക്കുന്നുണ്ട്, അതിന്റെ ചെറിയൊരു നോയ്സ് കാണും. അപ്പൊ എല്ലാവരും ക്ഷമിക്കണം. ഓടിപ്പോയി വീഡിയോ കണ്ടിട്ട് പോയോ, സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും. മാളൂനൊരു ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചെരുപ്പ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിന്റെ നല്ലൊരു സെലക്ഷൻ തന്നെ ഉണ്ടല്ലേ. ഇങ്ങേരെ എവിടെ പോയി? വെള്ളയൊക്കെ കൊണ്ടുപോയാണ്ടല്ലോ പെട്ടെന്ന് മുഷി. ഇത് കുഴപ്പമില്ല അല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഒരു തരിക്കൊരു ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അത് സാറില്ല, ഇട്ട് കഴിയുമ്പോഴേ അങ്ങായേ എന്നും ഇടുവല്ലേ, എന്നാലും അത് കുഴപ്പമില്ല. വേറെ നോക്കിയല്ലേ, ഇഷ്ടമുള്ളതൊക്കെ തപ്പിപ്പെടുത്തി എടുക്കാം. അത് ചെറുത് കുട്ടി ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്ന ഈ ചെരുപ്പാ കേട്ടോ. ഇത് കുറച്ചുകൂടെ ഇത് പാകമാച്ചേ. ഇത് മതി. എങ്ങനെയുണ്ടാ? അടിപൊളി. ഒറ്റ ജോഡി മതി. ഇനിയിപ്പോ ഒത്തിരി തപ്പണ്ട കാര്യമില്ലല്ലോ. അത് ഇഷ്ടപ്പെട്ടില്ലേ? അതെ. ചെരുപ്പ് വേണോ? ചെരുപ്പ് എനിക്ക് വേണ്ട. ഈയിടെ പൊന്നൂന്റെ കല്യാണം പ്രമാണിച്ചൊക്കെ ചെരുപ്പ് എടുത്തായിരുന്നു. ചെരുപ്പ് 2-3 ജോഡി വേണം. ഞാനിങ്ങനെ എവിടെയും പോകുമ്പോഴൊക്കെ ഇരുന്നല്ലാതെ അപ്പൊ എനിക്ക് ചെരുപ്പിന്റെ ആവശ്യമില്ല. അപ്പം മോക്ക് നല്ലത് നോക്കി എടുക്കുക. ഇത് നമ്മളെ ഇവിടെ കല്യാണത്തിന് എടുത്ത ചെരുപ്പാ അല്ലേ. മോക്ക് ചെരുപ്പ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടപ്പ് കുറെ കൂടുതലുണ്ട്. കാര്യം ഇതുപോലെ മറ്റേ ഫ്ലോറിനകത്തൂടിയാ നടക്കുന്നതെന്ന് പറഞ്ഞാലും കൂടുതലായിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ചെരുപ്പിന്റെ പള്ളി വിട്ടുപോയി ചെയ്യും. നമുക്ക് ഇതിപ്പോ ഒരു ജോഡി മേടിച്ച് കൊടുത്ത് വിടുക. അടുത്ത ലീവിന് വരുമ്പോഴത്തേക്ക് എടുക്കാം. ഒത്തിരി നടക്കാനുള്ളതെന്നും പറഞ്ഞിട്ട് എന്നും ചെരുപ്പ് പൊട്ടിച്ചോണ്ട് വരല്ലേ. അതെ 6 മാസം പോലും. കൊച്ചിന് വാട്ടർ ബോട്ടിൽ വേണം അല്ലേ? വാട്ടർ ബോട്ടിൽ വേണം, ചെറിയൊരു പേഴ്സ് വേണം, പിന്നെ റൈറ്റിംഗ് ബോർഡ് വേണം. അതൊക്കെ താഴെ ആയിരിക്കും, നമുക്ക് ചോദിച്ചു നോക്കാം. കുട്ടിയും പപ്പായും കൂടെ പൗച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേയേറെ കിടപ്പുണ്ട്. എല്ലാം നല്ല കളറൊക്കെ തന്നെ. തപ്പി എടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തപ്പി എടുക്കാൻ വേണ്ടി ഒരു കൊട്ടക്കകത്തിട്ട് വെച്ചേക്കാം. പപ്പായ്ക്ക് അതാണോ ഇഷ്ടപ്പെട്ടെ? കൊച്ചിന് ഇഷ്ടപ്പെട്ട എടുത്തോ? അത് മതിയോ? അന്നേരം ഇവിടുന്ന് അതും കൂടെ എടുത്തു കേട്ടോ. പോയിട്ട് വന്നു. മാൾക്കുട്ടി കവറെല്ലാം ഓരോന്ന് എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇച്ചിരി ആപ്പിൾ മേടിച്ചായിരുന്നു കൂടിനകത്ത്. ഓട്ടോയ്ക്കകത്തിരുന്ന് കുനിഞ്ഞ് ഓരോന്നും ഓട്ടോയ്ക്കകത്ത് പൊഴിഞ്ഞു പോയി. എന്താണ്ട് ഉരുണ്ടായിരുന്നു. എന്റെ കാലൊക്കെ വന്ന് മുട്ടി നോക്കിയപ്പോ ജീവനുള്ളത് എന്നെ ഓട്ടോയ്ക്കകത്ത് പേടിച്ചു പോകത്തില്ലേ പെട്ടെന്ന്. ആപ്പിളെല്ലാം കൂടെ ഉരുണ്ട് വരുവാ. പപ്പ മേടിച്ചു കേട്ടോ എനിക്ക് തിന്നാൻ വേണ്ടി. അതെ അപ്പൊ ഇച്ചിരി സാധനം കൂടെ ഉണ്ടോ, അതെടുക്കാവോ? അതും കൂടെ എടുത്തോണ്ട് പോകാം. നമുക്ക് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം എനിക്കുള്ളതല്ല, രണ്ടും കൂടി നമ്മുടെ വീട്ടിലേക്കും കൂടെ ഉള്ളതാ അല്ലേ? അതെ. എന്നാ കയറിപ്പോക്കോ. അപ്പം ഞങ്ങൾ കടയ്ക്കൊക്കെ പോയി
കൊച്ചിന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോകാനായിട്ട്. ഇന്നിപ്പോൾ പൂജയുടെ അവധി ആയിരുന്നതുകൊണ്ട് മൊബൈൽ മേടിക്കാനൊത്തില്ല. മൊബൈൽ എന്ന് പറഞ്ഞാൽ ടൈപ്പിൻ്റെ ചെറിയൊരു ഫോൺ മേടിക്കാനാണ് നമ്മൾ പോയത്. പക്ഷേ അത് കട അവധിയായിരുന്നു. ഇനിയിപ്പോൾ ഇടയ്ക്ക് പോയി അത് മേടിക്കണം. പിന്നെ ശ്രീകുട്ടനും പൊന്നൂനും നമ്മൾ പറഞ്ഞാൽ ഇതുപോലെ പാക്കിങ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ശ്രീകുട്ടൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് ശ്രീകുട്ടന് ആവശ്യമുള്ളത് പിന്നെ അവനെ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആശാൻ അമ്മയും കൂട്ടിക്കൊണ്ട് പോയി ഇങ്ങ് മേടിച്ചോണ്ട് പോരും. വേണ്ടുന്ന എന്നാന്ന് വെച്ചാൽ ഒരു മേടിയില എല്ലാ സാധനവും മേടിച്ചു കൊടുക്കും. അപ്പം ഇനിയിപ്പം മോക്ക് നമ്മൾ ഓരോ മാസം വരുമ്പോഴും അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇപ്പം ആദ്യം പോകുന്നത് കൊണ്ട് ഇച്ചിരി സാധനങ്ങളൊക്കെ കൂടുതൽ അങ്ങ് കൊണ്ടുപോവുക. ശ്രീകുട്ടനും ഈ പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. ആദ്യം പോയപ്പോഴത്തേക്കും 2 പെട്ടി നിറച്ച സാധനം കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മോളും ഇപ്പോൾ ഒരുപാട് സാധനം മേടിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മേടിച്ചത് എല്ലാ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. കുറേയൊക്കെ എല്ലാ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഒത്തിരി ഒന്നും ഞാൻ പറക്കിയിട്ട് പോകുന്നില്ല. എനിക്ക് അങ്ങോട്ടും ചുമക്കാൻ വയ്യ. ഒന്നാമത്തെ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. അതിന്റെ കൂടെ ബാഗിനൊക്കെ കനമാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും കൊണ്ടുപോകത്തില്ല, കുറച്ചൊക്കെ കൊണ്ടുപോകത്തില്ല. പിന്നെ മോളെ അവിടെ ചെന്ന് അവിടെ അഡ്മിഷൻ എടുത്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവരങ്ങനെ വെളിയിലോട്ടൊന്നും ഒരു പിള്ളേരെ അവർ വിടുകയല്ല. എനിക്ക് ഇന്ന ദിവസം ഉണ്ട്, ഔട്ടിങ് ഒരു ദിവസം ഉണ്ട്. അപ്പൊ അന്നേരം മാത്രമേ പോകാൻ വെളിയിൽ പോകാൻ. കാര്യം മുണ്ടക്കയം ടൗണിലേക്ക് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ കോളേജുമായിട്ടേ. പക്ഷെ അവർ എല്ലാം ഒരു നല്ല നിയന്ത്രണത്തിൽ പോകുന്ന ഒരു കോളേജും ഹോസ്റ്റലും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഒത്തിരി പിള്ളേർ അവിടെ കോളേജിൽ പഠിച്ച് നല്ല വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ നമുക്കതൊരു അഭിമാനം തന്നെയാണ്. അപ്പൊ മോക്കും അവിടെ കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുന്നു. കൂടുതലും മടങ്കാരും പള്ളിക്കാരുടെയും കൂടെ ഇതിലാന്ന് തോന്നുന്നു. മാനേജ്മെന്റ്. അപ്പം നമ്മളിവിടെ പുറത്ത് ഇപ്പൊ പള്ളിവക കുറെ പിള്ളേരുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് 30 സീറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി പഠിക്കുമ്പോൾ അങ്ങനെ ഡൊണേഷൻ കൊടുത്ത് കയറുന്നവരുണ്ട്, നമുക്ക് അല്ലാതെ ഇന്റർവ്യൂ ചെയ്ത് കിട്ടുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നാമത്തെ അത്ര വലിയ ഹോസ്പിറ്റല്, പിന്നെ അത്രയും പിള്ളേർ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാളായിട്ട് എന്നെ മാത്രം എങ്ങനെ. അപ്പം അതൊക്കെ ഞാൻ ഓർത്ത് കിട്ടത്തില്ല, ചേട്ടായുടെ കൂടെ ബാംഗ്ലൂർ പോകണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് 3 ദിവസമായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചയുടെ സെലക്ട് ആണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് അവൾ സെലക്ട് ആണെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അപ്പായ്ക്കൊക്കെ ഒത്തിരി സന്തോഷമായി. എനിക്കും ഒത്തിരി പ്രൗഡായിട്ട് തോന്നിയൊരു നിമിഷമാണ്. എൻ്റെ ജീവിതത്തില് എനിക്ക് ഒത്തിരി സന്തോഷം വന്നൊരു നിമിഷമാണ്. കാരണം കേരളത്തിൽ അത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ, അത്രയും നല്ലൊരു കോളേജ് കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഹൈപ്പ് ഹോസ്പിറ്റൽ. അപ്പം എനിക്ക് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാകട്ടോ. ദൈവാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് അവിടെ കിട്ടിയത്. തന്നല്ല വലിയ ദൂരമില്ല. നമ്മൾ ഒത്തിരി വീഡിയോക്കകത്ത് പറഞ്ഞു. എന്നാലും എല്ലാരും ചോദിക്കുന്നുണ്ട്, മോക്ക് അഡ്മിഷൻ ആയില്ലേ, ക്ലാസ് തുടങ്ങിയില്ലേ, മാളു എന്നാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോ അധികം ദിവസമൊന്നും ഇല്ല, ഒരാഴ്ചക്കുള്ളിലായിട്ട് പോകും. അപ്പൊ അതിൻ്റെതായ ഒരുക്കങ്ങളെല്ലാം ഞങ്ങള് തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വെച്ചേക്കാണ്. അപ്പൊ മേടിച്ചതെല്ലാം ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോ എന്റെ പ്രായമുള്ളവരാരെങ്കിലും ഇനി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ മേടിച്ചതൊക്കെയാണ്. എനിക്ക് ഇനിയും വാങ്ങിക്കാനുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി കേട്ടോ. ഇത് ചെരുപ്പ് ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു. ഇത് ചെരുപ്പ് കേട്ടോ. എനിക്ക് 2 ചെരുപ്പായി. ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലില് പോസ്റ്റിങ്ങിന് യൂണിഫോം ഉണ്ട്, അല്ലാതെ യൂണിഫോം ഇല്ല. ചിലപ്പോൾ ജാനുവരി ആകുമ്പോഴത്തേക്ക് യൂണിഫോം ആകും. അപ്പം എനിക്ക് മാറിയുടെ അവിടെ ഷൂസ് പറ്റിയല്ല കോളേജിൽ. അപ്പം ചെരുപ്പൊക്കെ പറ്റുള്ളൂ. ഷൂസ് ഇട്ടോണ്ടിരിക്കുമ്പോൾ വേർത്ത് വെല്ലാണ്ടാവുമല്ലോ കാല്. അതുകൊണ്ട് അവർ ചെരുപ്പ് അലൗഡ് ആയിട്ടുള്ളൂ. അവിടെ പോസ്റ്റിങ്ങിന്റെ യൂണിഫോമത്തിലാണേലും വേറൊരു ക്രോക്സ് പോലത്തെ ഒരു സംഭവമാണ്. അവരവിടെ ഷൂസ് ഒഴിവാക്കിയേക്കുക. കാരണം നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോസ്റ്റിങ്ങിന് പോയി നിൽക്കുവാണല്ലോ. അപ്പൊ നമ്മുടെ കാല് പൊട്ടുകയും വേർക്കൊക്കെ ചെയ്യും. അതുകൊണ്ട് അവർ അത് ഒഴിവാക്കി. പിന്നെ ഞാൻ ജസ്റ്റ് ഞാൻ ഇതുവരെ പേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഇത്ര നാള് അമ്മയുടെ കയ്യിൽ എന്നാ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കും, അല്ലെ കുടുക്ക ഇടും, അതൊക്കെ ഉള്ളായിരുന്നു. പൈസ ഒക്കെ വെക്കാനായിട്ട് ആദ്യമായിട്ടൊരു പേഴ്സൊക്കെ മേടിച്ചു, കുഞ്ഞു പേഴ്സ് മേടിച്ചു.
ഇനി ഇത് പപ്പ എനിക്ക് മറ്റേ പേനയും പെൻസിലൊക്കെ ഇടാനായിട്ട് പപ്പ സെലക്ട് ചെയ്ത് തന്നാ കേട്ടോ. പൗച്ച് ഞാൻ വാങ്ങിച്ചൊക്കെ ഇവിടെ വെക്കാവേ. പിന്നെ ഒരു ഇത് മേടിച്ചു, ഫ്ലാസ്ക്. അത്യാവശ്യം ഒരു 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. അപ്പോൾ അത് കൊച്ചിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിക്കണമെങ്കിലോ ഒക്കെ ആയിട്ട്. അവിടെ തന്നെ കാൻറ്റീനും ഒക്കെ ഉണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇറങ്ങിപ്പോയി കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ഒരു ചെറിയ ഫ്ലാസ്ക് എന്ന് വെച്ചാൽ 1/2 ലിറ്ററിൻ്റെ അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതെ അതെ, അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ എനിക്കാണെങ്കിൽ എപ്പോഴും ഈ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് അറിയാം, എനിക്ക് എപ്പോഴും ചുമയുണ്ട്. ചുമ വന്നിട്ട് ഇപ്പോഴും മാറിയിട്ട് ഇപ്പോഴും മരുന്ന് കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചൂടുവെള്ളമൊക്കെ എടുത്തോണ്ട് വെച്ച് കുടിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഫ്ലാസ്ക് വരും. ഇനിയിപ്പോ അങ്ങോട്ട് മാറുമ്പോ ഈ ചുമയൊന്നും ഉണ്ടാകില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയാൻ പറ്റത്തില്ല, എനിക്ക് പനി പിടിച്ചാൽ അന്നേരം ചുമ വരും. ക്ലൈമറ്റ് മാറ്റമുണ്ട്. കാരണം കോട്ടയം ജില്ലയുടെ ഒരു ക്ലൈമറ്റ് ആണ് വരുന്നത്. എന്നാൽ ഹൈ റേഞ്ച് തന്നെയാകട്ടോ. നമ്മുടെ മുണ്ടക്കയം പാലം കടന്ന് കഴിയുമ്പോഴാണ് കോട്ടയം ജില്ലയാണ്. പാലത്തിന് ഇപ്പുറം എന്ന് പറയുന്നത് ഇടുക്കി ജില്ല തന്നെയാണ്. അപ്പോൾ എന്നാലും ക്ലൈമറ്റ് മാറ്റമുണ്ട്. നാട്ടിൻപുറത്തെ കോട്ടയം ജില്ലയുടെ ക്ലൈമറ്റാണ് വരുന്നത്. അതുകൊണ്ട് ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഈ തൊണ്ട കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ കുറേ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ എനിക്ക് ഇതിന്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്നതാണ് എല്ലാം പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്നാണെന്നൊന്നും അറിയത്തില്ല. ഇത് ഞാൻ മേടിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. എൻ്റെ കണ്ണിന്റെ താഴെ കറുപ്പ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോക്കകത്ത്. അപ്പം ഞാനിങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കണ്ണിന്റെ താഴെ കറുപ്പ് മാറാനായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഓയിൽ, ഇതിപ്പോ ആൽമണ്ട് ഓയിലോ ബദാമിന്റെ ഓയിലാണ്, ഇത് വെച്ച് തേച്ചിട്ട് മസാജ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ മാറൂന്ന് പറഞ്ഞു. ഒരുപാട് ലേശം തൂത്ത് മസാജ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ അതും മേടിച്ചിട്ടുണ്ട്. എനിക്കും കറുപ്പുണ്ട്, പകുതി ഇവിടെ വെച്ചിട്ട് പോവാണ്. അമ്പട. പിന്നെ ഇതെന്നതാ, ഇത് 2 ലിബാം എനിക്കും അമ്മയ്ക്കും വേണ്ടി മേടിച്ചതാ കേട്ടോ. പിന്നെ ഇത് കാണിക്കണ്ട കേട്ടോ. ഇത് ഇവിടെ ചിലവരുടെ മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇത് എനിക്കുള്ളതല്ല കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ വേറെ കാണിച്ചു തരാം. ഞാൻ എടുത്തു വെച്ചോളാം. നമ്മുടെ ഈ ടീപ്പോയിൽ ഇതെല്ലാം ഒതുങ്ങി കിട്ടും. സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടിയാ പപ്പ നോക്കുന്നത് കേട്ടോ. യൂണിഫോം ഒക്കെ തേച്ചു മടക്കി ഇടാനായിട്ടൊക്കെ ആയിട്ട്. അതെ, 50 രൂപയ്ക്ക് കിട്ടിയതാ കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വീട്ടിലും കൊടുക്കാം, എനിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് മേടിച്ചതാണ്. പേന മേടിച്ചിട്ടുണ്ട്. അതൊരു സെറ്റ് തന്നെ വാങ്ങിച്ചു കേട്ടോ. പേന ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ വാങ്ങിച്ചു. പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. എനിക്കിങ്ങനെ പ്രത്യേകം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ നേഴ്സിംഗ് പിള്ളേർക്ക് കൂടുതൽ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ട്. ചേട്ടായും പോയപ്പോ ഇത് മേടിച്ചു കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. പിന്നെ ഇത് അമ്മയ്ക്കുള്ളതാ കേട്ടോ, കംഫർട്ട്. ഇത് എനിക്കുള്ളതാ കേട്ടോ. രണ്ടിനും 2 ഫ്ലേവറാ. അതെ അതെ, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ചെറിയൊരു കുഞ്ഞ് നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ നേഴ്സിംഗിന് എത്ര ബുക്ക് എത്ര കറക്റ്റ് ആയിട്ട് അവര് ലിസ്റ്റ് തരും. നമ്മൾ എന്നൊക്കെ വാങ്ങും, ലിസ്റ്റ് തന്നു കഴിയുമ്പോ നമ്മൾ ബുക്കൊക്കെ വാങ്ങുന്നത് നല്ല. അല്ലെ നമുക്കിത് എങ്ങനത്തെ എത്തരത്തിലുള്ളത് വേണോന്ന് അറിയത്തില്ല. വലുതാണോ ചെറുതാണോ ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചുമ്മാ ആദ്യം പോകുമ്പോ കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു ബുക്ക് വാങ്ങിച്ചു. ചേച്ചിയും ചേട്ടായൊക്കെ പോയപ്പോ വലിയ ബുക്കാ മേടിച്ചോണ്ട് പോയത്. ഒരു കണ്ണാടി പൊട്ടിച്ച് കാണിച്ചേക്ക്.
എങ്ങനെ അത് വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ വലിപ്പമുള്ളതാണ് മേടിച്ചത്. അവിടെ വേറെ കണ്ണാടിയൊന്നും അവരുടെ പിള്ളേരെ കാണും. അങ്ങനെയല്ല, റൂമുകളിലൊന്നും അങ്ങനെ കണ്ണാടിയൊന്നും വെക്കത്തില്ലല്ലോ. ഇല്ലല്ലേ? അലമാരകളൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കബോർഡുകളൊക്കെയാവും. അവിടെ കണ്ണാടിയൊന്നും വെക്കില്ല. അപ്പം നല്ല വലിപ്പമുള്ള ഒരു കണ്ണാടി കൊച്ചു മേടിച്ചിട്ടുണ്ട്. കൊച്ചിനെ കണ്ണെഴുതാനും സുന്ദരിയാകാനും ഒരുങ്ങാനും ഒക്കെ ആയിട്ട്. ഞാനും ഒന്ന് നോക്കട്ടെ. ഓ എൻ്റെ പൊന്നോ. അപ്പൊ ഇതൊരു റൈറ്റിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. ഇതെന്തിനാ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പം ഒരു റൂമിൽ ഒരു ടേബിളേ കാണുള്ളൂ. എല്ലായിടത്തും മിക്ക കോളേജിലും അങ്ങനെയാണ്. ചേട്ടായും ചേച്ചിയൊക്കെ പറഞ്ഞു ഒരു റൂമിൽ ഒരു ടേബിളേ കൊടുക്കുകയുള്ളൂ. അത് ഓരോരുത്തരും മാറുമ്പോഴായിരിക്കും നമ്മൾ കയറി ഇരുന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഒരാൾ ഡെസ്ക് കയറി ഇരിക്കുമ്പോൾ നമുക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നിലത്തിരുന്ന് എഴുതുമ്പോൾ പെടലി ഒടിയും. കട്ടിലേ ഇരുന്ന് എഴുതുമ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ചേട്ടായി പറഞ്ഞു നീ ഒരു റൈറ്റിംഗ് ബോർഡ് മേടിച്ചുകൊണ്ട് പോയാൽ നിനക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതാം. അതുകൊണ്ട് നീ മേടിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തതാ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഒരു ബണ്ടിൽ ബോണ്ട് പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 100 എണ്ണം ഉണ്ടെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ പഠിത്തമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇതിലെ കൂടുതലൊക്കെ വേണമായിരിക്കും. ഞാൻ ആദ്യം പോവായതുകൊണ്ട് എനിക്ക് എന്നൊക്കെ വാങ്ങണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ ജസ്റ്റ് കൂട്ടുകാരൊക്കെ പറഞ്ഞ അറിവുള്ളതുകൊണ്ടും ചുമ്മാ അങ്ങനെ മേടിച്ച് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അതേക്കൂട്ട് വേണ്ടായിരുന്നോ കുട്ടമ്പോനൊരെണ്ണം? വേണ്ടേ? ബാക്കിയെല്ലാം എന്നാ എടുത്താലും വേണം. ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഇത് ചേട്ടായുടെ, ഇത് എന്റെ ബ്രഷാണ് കേട്ടോ. അതെ, ചേട്ടായുടെ ബ്രഷ്, ഇത് എന്റെ ബ്രഷ്. ടങ് ക്ലീനർ 2 പേരുടെ. പിന്നെ ഒരു കത്രിക വാങ്ങിച്ചു എനിക്കുള്ളത്. പിന്നെ ഇതൊരു റൈസർ വാങ്ങിച്ചു. പിന്നെ കൊണ്ടുപോകാൻ 3 സോപ്പ് വാങ്ങിച്ചു. ഇത് കുട്ടിക്കൂറാടെ, ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു സോപ്പാ. പിന്നെ ഇതൊരു ഡെറ്റോളിന്റെ. പിന്നെ ഒരു ഹമാമിന്റെ. 3 ഉണ്ട്. 3 ഐറ്റം മാറി മാറി കുടിച്ചു. ഏതിനാ കളർ കൂടുതൽ വെക്കുന്നത്? പിന്നെ ഇതൊരു പശ മേടിച്ചു. കുഞ്ഞൊരു വിക്സ് മേടിച്ചു, പനിയൊക്കെ വന്നാലോ. പിന്നെ ഒരു റൈസറും പിന്നെ ഒരു കട്ടർപെട്ടി. പെൻസിലൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന് ചേച്ചി എനിക്ക് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഒരു ടിന്ന് നിറച്ചുണ്ട്. ഇനി ഇത് വേണോ? അതും വേണ്ട. ഇത് ബുഷൽ അല്ല, നേര് തേക്കുന്ന അല്ലേ? ഞാനത് അല്ലല്ല, നേര് തേക്കുന്നേ. പിന്നെ കുഞ്ഞൊരു ഉജാല മേടിച്ചു. ഞങ്ങൾക്ക് അവിടെ വൈറ്റ് യൂണിഫോം ഇല്ല. വൈറ്റ് ഇനിയിപ്പം ഇവൻ എന്തായാലും മുക്കണമെങ്കിൽ തന്നെ എനിക്കങ്ങനെ ഉജാല മുക്കുന്ന സ്വഭാവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു മുക്കത്തില്ലല്ലോ എന്തായാലും, അപ്പൊ ചെറിയത് വേണം കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. കംഫർട്ട് എന്തായാലും മുക്കും, കാരണം നമ്മളെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകുമ്പോ വേർപ്പുമണം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ചെറുത് കുഞ്ഞത് വാങ്ങിച്ചു. പിന്നെ ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള. പിന്നെ എനിക്കിനി വാങ്ങിക്കാനുള്ളത് വായുഗുളിക വാങ്ങണം. എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും അസുഖം വന്ന ഫുഡൊക്കെ മാറി കഴിക്കുമ്പോ വായുഗുളിക വാങ്ങണം. സോപ്പ് പെട്ടിയില്ലേ, സോപ്പൊക്കെ വെച്ച് അടച്ചു വെക്കുന്നേ, അതും വാങ്ങണം. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ നമ്മൾ കോളേജിലേക്ക് ഹോസ്റ്റലിലേക്ക് ബെഡ് വാങ്ങി കൊടുക്കുവാണോ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. നമ്മൾ പൊന്നൂനൊക്കെ അവിടെ ചെന്നപ്പോ മേടിക്കുവാ. പൊന്നൂനും മോനൂനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബെഡും ബക്കറ്റും ഒക്കെ നമ്മൾ മേടിക്കുമായിരുന്നു. ചിലപ്പോൾ മേടിക്കേണ്ടി വരും. ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിപ്പോ പിള്ളേരുടെ ഒക്കെ മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നല്ല ബെഡേ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല, അവിടെ ചെന്ന് കഴിയുമ്പോ അവര് പറയുമല്ലോ എന്നൊക്കെയാ വാങ്ങണ്ടേന്ന്. ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പം പിള്ളേരെ കൊണ്ടാക്കി കഴിയുമ്പോൾ അവർ 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് സമയം തരും ബക്കറ്റും ബെഡും ഒക്കെ മേടിക്കാനായിട്ട്. അന്നേരം മുണ്ടക്കൈ സിറ്റി അടുത്താണല്ലോ, നമുക്ക് പോയി മേടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ എനിക്ക് അത്യാവശ്യം പുതപ്പും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പുതപ്പൊക്കെ എനിക്ക് ചേച്ചിയുടെ കല്യാണത്തിന്റെ ടൈമിൽ നമ്മൾ ഇഷ്ടം പോലെ പുതപ്പ് മേടിച്ചിട്ട് യൂസ് ചെയ്യാതെ തന്നെ പുതിയതൊക്കെ ഇരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞു പുതിയതൊന്നും വാങ്ങണ്ട, വെറുതെ പൈസ കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ
ചെറിയൊരു ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പൊന്നു കൊണ്ടുവന്ന് വരുന്ന നിങ്ങൾ തന്നെ കാണുന്നതാണ്. എനിക്ക് പുതിയതായിട്ട് ഒന്നും എന്റെ ഏറ്റവും വെച്ചൊരു ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനം കൊണ്ടുവരുന്നതായതുകൊണ്ട് എനിക്കൊന്നും വാങ്ങേണ്ടതായിട്ടില്ല. പിന്നെ ലോഷൻ, ബേബി ക്രീം, അങ്ങനെ ബോഡി ക്രീം, ബോഡി ലോഷൻ അതൊന്നും കൊണ്ടുവരണ്ട. സ്പ്രേ എല്ലാം കാര്യങ്ങള്, ക്ലിപ്പ് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ അങ്ങനെ വാങ്ങാനായിട്ടൊന്നും. അപ്പൊ ഇനി കോളേജുകാര് അവര് പറയുന്നതെല്ലാം എന്നാന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. അത്രയൊക്കെ ഉള്ളു. ഒരു ചേച്ചിക്കുട്ടി ഉള്ളത് കൊണ്ട് എല്ലാ സാധനവും നോക്കിയും കണ്ടും മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും പറഞ്ഞാലിപ്പം പൂനെ ജോലി ആയപ്പോൾ തുടങ്ങി വരുമ്പോഴെല്ലാം ഞങ്ങളുടേതായ എല്ലാ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനവും. അതുപോലെ തന്നെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാണേലും ഇപ്പം എനിക്ക് സത്യത്തിൽ എത്ര ഷർട്ടുണ്ട് എത്ര ടീഷർട്ട് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അത് ഒരു 3-4 ഞാൻ എടുത്ത് ഇവിടുത്തെ നമ്മൾ കിടക്കുന്ന ഇവിടുത്തെ അലമാരി വെക്കും. എന്നിട്ട് ഒരു മാസത്തേക്ക് അത് കണ്ടിന്യൂ ആയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് എടുക്കുന്നത്. പൊന്നൂൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? അവൾ ഷിമോഗെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ 4 വർഷം പഠിച്ചു. അവൾ BSc ആണ് പഠിച്ചിരുന്നത്. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഇവൾ നാട്ടിൽ വന്നിട്ട് പോകുമ്പം ഇവൾക്ക് വേണ്ടി നമ്മൾ ചിലവ് പൈസ കൊടുത്തു വിടും, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുക്കുന്നത് അവൾ എന്തെങ്കിലും കുറച്ച് ഒക്കെ എടുത്ത് എന്തെങ്കിലും മേടിച്ചിട്ട് ബാക്കി പൈസ അവൾ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ലീവിന് വരുമ്പം അവിടുന്ന് പുറത്ത് പോകില്ല പിള്ളേരെല്ലാവരും കൂടി എന്തെങ്കിലും മേടിക്കാനൊക്കെ. അന്നേരം അവൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുവേ. നമ്മൾ കൊടുക്കുന്ന പൈസയും കൊണ്ട് അവൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് സൂക്ഷിച്ച് വെച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് ബെൽറ്റായിട്ടും തൊപ്പിയായിട്ടും ഷൂവ്, ചെരുപ്പ്, സ്പ്രേ എന്ന് വേണ്ട സകല സാധനവും അവൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കുറവും വരില്ലെന്നാണ് അവിടെ ചിന്ത. എവിടെ പോയാലും, പഠിക്കാൻ പോയാലും, ജോലിക്ക് പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുമോ എന്നൊരു ചിന്തയാണ് അവക്കെപ്പോഴും. എന്ത് സാധനം വേണേലും മേടിച്ചു കൊടുക്കും കേട്ടോ. അത് എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം ചേച്ചിക്ക് കല്യാണത്തിരക്കിനോടനുബന്ധിച്ച് അവക്കൊരു കാര്യങ്ങളും മേടിക്കാനോ അവൾക്ക് അങ്ങനെ പെട്ടിയിലേക്ക് വാങ്ങി നമുക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒന്നും ടൈമില്ലായിരുന്നു. ഡ്യൂട്ടി 10 ദിവസം കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ഡ്യൂട്ടിയുടെ അന്ന് ഡ്യൂട്ടി ചെയ്തിട്ടാണ് പെട്ടി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുന്നത്. അപ്പൊ എന്നിട്ടും അവൾ മറന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ എൻ്റെ കാല് നനക്കാതെ ഇടാനായിട്ട്, റൂമിൻ്റെ അകത്ത് ഇടാനായിട്ട് ഓടിപ്പോയി ഡ്യൂട്ടി കഴിഞ്ഞ് ചെരുപ്പ് വാങ്ങിച്ചോണ്ട് വന്നേ. സ്പോഞ്ച് പോലത്തെ കാലിന് തണുപ്പടിച്ച് വേറെ മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെരുപ്പ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, അത്രയും വയ്യാതെ ഡ്യൂട്ടി ചെയ്ത് ചില ദിവസം ഡ്യൂട്ടി ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. മുഖമെല്ലാം ഇടിമിച്ച് കറുത്ത് കരുവാളിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പൊ അവള് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ വരെ അവള് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എനിക്ക് നന്ദി പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ എല്ലാമാണ് കേട്ടോ അവളെ. എനിക്ക് അത് ഒത്തിരി സന്തോഷം.